ഇപ്പോൾ കോൺക്ലേവിലേക്ക് കടക്കുകയാണെങ്കിൽ കോൺക്ലേവ് രാജ്യത്ത് തന്നെ ആദ്യത്തെ ഒരു ആശയമാണ് ഇത്തരത്തിൽ ഒരു സിനിമാ നയം രൂപീകരിക്കുന്നതിന് മുന്നോടിയായിട്ടുള്ള കോൺക്ലേവ്. ഈ കോൺക്ലേവിലൂടെ സർക്കാർ ലക്ഷ്യമിടുന്നത് എന്തൊക്കെയാണ്? ഇങ്ങനൊരു ആശയം നമ്മുടെ ഈ ഗവൺമെൻറ് വന്ന സമയം മുതൽ തന്നെ നമ്മുടെ മനസ്സിലുണ്ടായിരുന്നു. അതായത് ഇത് ചിതറിക്കിടക്കുന്ന ഒരു മേഖലയാണ്. ഇതിന് പറയുമ്പോൾ ഇത് സാംസ്കാരിക വകുപ്പ് മാത്രമല്ല, ടൂറിസത്തിൻ്റെ സാധ്യതകൾ, അതുപോലെ തന്നെ വനം, വൈദ്യുതി, ഇൻഡസ്ട്രി, സ്ത്രീ സുരക്ഷ, കുട്ടികളുടെ സംരക്ഷണം, വിദ്യാഭ്യാസപരമായ ഇടപെടൽ. അപ്പോൾ ഇതൊരു തൊഴിൽ മേഖല, ഒരുപാട് മേഖലകളുമായി സ്പർശിക്കുന്ന ഒരു മേഖലയാണ്. അപ്പോൾ ഞാൻ മന്ത്രിയായതിനു ശേഷം ഞങ്ങൾ കൂട്ടായി ആലോചിച്ചപ്പോൾ നമുക്ക് ഇതിനെ ഒരു കുടക്കീഴിൽ കൊണ്ടുവരണം. ഒരു കുടക്കീഴിൽ കൊണ്ടുവരുമ്പോൾ നിലവിലുള്ള ഇതിൻ്റെ ഏതെങ്കിലും ഒരു കാര്യത്തിൽ സർക്കാർ ഇടപെടാനല്ല ഉദ്ദേശിക്കുന്നത്. അങ്ങോട്ട് അവരെ എങ്ങനെ സഹായിക്കാൻ പറ്റും, നമ്മൾ ആ ഭാഗമാണ് കാണുന്നത്. അപ്പോൾ ആദ്യമൊക്കെ ഇവർക്ക് ഇതുണ്ടായിരുന്നു, ആശങ്ക ഉണ്ടായിരുന്നു, ഗവൺമെൻറ് ഇത് കയറി ഇടപെട്ട് നിലവിലുള്ള വ്യവസ്ഥയൊക്കെ മാറ്റുകയാണോ. അപ്പോൾ അവരെ നമ്മളത് ബോധ്യപ്പെടുത്തി. അപ്പോൾ നമ്മളത് പഠിക്കാൻ വേണ്ടി എന്താണ് ഈ മേഖലയുടെ പ്രശ്നം, ഇതെങ്ങനെ ഒരു വ്യവസായമാക്കി മാറ്റാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഷാജിയൻ ഖാൻ സാറിനെ നമ്മൾ ചുമതലപ്പെടുത്തി ഒരു കമ്മിറ്റി എടുത്തു. അവർ എല്ലാ തലത്തിലുമുള്ളവരുമായി ചർച്ച നടത്തി, അവരുടെ അഭിപ്രായങ്ങൾ കേട്ടു, വ്യക്തികളുടെ അഭിപ്രായങ്ങൾ കേട്ടു. വളരെ ജനാധിപത്യപരമായി അവരുടെ അഭിപ്രായങ്ങൾ ക്രോഡീകരിച്ച് നമുക്കൊരു പേപ്പർ അവർ സബ്മിറ്റ് ചെയ്തു. ഈ തന്നതിൽ ഒരു മാറ്റം ഞങ്ങൾ വരുത്തുന്നില്ല. ഇത് അതുപോലെ തന്നെ ഈ പങ്കെടുക്കുന്ന ആളുകൾക്ക് കൊടുക്കുകയാണ്. ആ കൊടുക്കുമ്പോൾ അവർക്ക് പറയാനുള്ള അഭിപ്രായങ്ങൾ കേൾക്കാൻ 10 പാനൽ ഡിസ്കഷനുണ്ട്. അതിലൊരു 100 കണക്കിന് വിഷയങ്ങളും വരും. ഒരു പാനൽ ഡിസ്കഷൻ 1.5 മണിക്കൂർ, വിവിധങ്ങളായ വിഷയങ്ങൾ അതിനകത്ത് ആന്തരികമായി വരും. അപ്പോൾ ഇവരുടെ എല്ലാ അഭിപ്രായങ്ങൾ നമ്മൾ കേട്ടതിന് ശേഷം വീണ്ടും നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്തതോ അല്ലെങ്കിൽ നമുക്ക് ഇതിനകത്ത് രേഖപ്പെടുത്താൻ കഴിയാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ അവരെ വീണ്ടും വിളിച്ച് ബോധ്യപ്പെടുത്തും. രേഖപ്പെടുത്താൻ കഴിയുന്നത് പിന്നെ രേഖപ്പെടുത്തും. ഇത് ഇങ്ങനെയാണ്, ഇന്ന ഒരു വിഷയത്തിൽ ഇന്ന ഒരു തടസ്സമുണ്ട്, അല്ലെങ്കിൽ ഇന്ന സാങ്കേതിക പ്രശ്നമുണ്ട്, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല. അവരെയും കൂടി വിശ്വാസത്തിലെടുത്തുകൊണ്ടായിരിക്കും ഈ ഡ്രാഫ്റ്റ് നമ്മൾ ഫൈനലൈസ് ചെയ്യുന്നത്. ഒപ്പം 2 മാസത്തിനുള്ളിൽ ഇത് ഫൈനലൈസ് ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ ഉദ്ദേശിക്കുന്നത് ജനങ്ങളുടെ അഭിപ്രായം കൂടെ കേൾക്കണം. അതിനൊരു വഴി കൂടെ നമ്മളിപ്പോൾ കണ്ടെത്തുന്നുണ്ട്. എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ അടുത്ത 1 മാസത്തിനുള്ളിൽ അവർക്ക് എഴുതിത്തരാം. ഈ ഡ്രാഫ്റ്റ് ഇപ്പോൾ അവർക്ക് സൈറ്റിൽ കിട്ടും. കിട്ടിക്കഴിഞ്ഞാൽ അവർക്കും ഇതിനകത്ത് എന്തെങ്കിലും എഴുതണം. അപ്പോൾ വളരെ ജനാധിപത്യപരമായി എല്ലാവരെയും സഹകരിപ്പിച്ചുകൊണ്ട് ഇനിയും എല്ലാവരുമായി ചർച്ച ചെയ്ത് ക്യാബിനറ്റിലേക്ക് പോയി നിയമസഭയിലേക്ക് വരിക എന്നതാണ്. അപ്പോൾ ഇതിലൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ തൊഴിൽ മറ്റൊരു തൊഴിൽ മേഖല പോലെ അല്ല ഇത്. ഇവിടെ ഒരു ലൈറ്റ് ബോയ് മുതൽ ഉന്നതനായ ഒരു സിനിമ ഉയർന്ന നടൻ അല്ലെ നടി വരെയുള്ള അല്ലെ ടെക്നീഷ്യൻ വരെയുള്ള ഒരു പ്രോസസ്സിനകത്തുണ്ട്. ഒരു സിനിമ ഷൂട്ട് ചെയ്ത് 2, 3, 4 മാസം കഴിഞ്ഞായിരിക്കും അടുത്ത സിനിമയിലേക്ക് പോകുന്നത്. അപ്പോൾ ആ കാലയളവിൽ ഇവരുടെ ജീവിതം എങ്ങനെയാണ്? ഈ വരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇവർക്ക് 12 മാസം 360 ദിവസം ജീവിക്കാൻ കഴിയുമോ? എന്താണ്? അതാണ് നമ്മൾ സ്റ്റഡി ചെയ്യുന്നത്. അങ്ങനെ സ്റ്റഡി ചെയ്യുമ്പോൾ അവരുടെ തൊഴിൽപരമായ സംരക്ഷണം ഉറപ്പുവരുത്താൻ, അതാണ് ഒന്ന്. അവിടെ പണിയെടുക്കുന്ന സ്ത്രീകളുണ്ട്, അവർക്ക് 100% സുരക്ഷിതത്വം ഉണ്ടോ? അത് ഇന്റേണൽ കമ്മിറ്റി ഉണ്ട്, ആ കമ്മിറ്റി പരിശോധിക്കണം. ഇല്ലയോ, എന്തെങ്കിലും സുരക്ഷിതത്വത്തിന് കോട്ടം തട്ടുന്ന എന്തെങ്കിലും സാഹചര്യം അതിനകത്തുണ്ടെങ്കിൽ ഒരു സംശയം വേണ്ട, അത്തരം കാര്യങ്ങൾ ഗവൺമെൻറ് കൈകെട്ടിയിരിക്കില്ല എന്ന ബോധത്തിലേക്ക് ഇവരെ എത്തിക്കുക. അവിടെ ഇപ്പോൾ ഷൂട്ടിംഗ് ഇരുന്നു, അവിടെ അടിസ്ഥാന സൗകര്യങ്ങളില്ല, ഗവൺമെൻറ്റിന് ബാധ്യതയുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, സഹായിക്കുകയും കൂടി ചെയ്യുക. അതിനകത്ത് എല്ലാ സിനിമാക്കാരും ചെയ്യണമെന്നല്ല. ഇപ്പോൾ ലൊക്കേഷൻസ്, ഈ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകത കൊണ്ട് ഒരുപാട് ആയിരക്കണക്കിന് ലൊക്കേഷൻസ് ഉള്ള ഇന്ത്യയിലെ ലോകത്തെ ഒരു സ്ഥലമാണ് കേരളം. പക്ഷേ ഈ ലൊക്കേഷൻസ് ഒന്നും നമുക്ക് ഷൂട്ടിന് വേണ്ടി ഉപയോഗിക്കാൻ കഴിയുന്നില്ല. അപ്പോൾ ലൊക്കേഷൻസ് നമ്മൾ കണ്ടെത്തി കഴിഞ്ഞാൽ ഈ ലൊക്കേഷൻസിലേക്ക് ലോകത്തിൽ നിന്നുള്ള ഇന്ത്യയിൽ നിന്നുള്ള ധാരാളം സിനിമകൾ വരുമ്പോൾ അവിടെ വലിയ മഹാരഥന്മാരായ ആളുകളായിരിക്കും എത്തുന്നത്. അവർക്ക് താമസിക്കാനുള്ള സൗകര്യങ്ങൾ, എല്ലാ ഫെസിലിറ്റീസും, സുരക്ഷിതത്വം ഉണ്ടോ? അപ്പം അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ ടൂറിസത്തെ ഇതെങ്ങനെ നമുക്ക് സിനിമാ ടൂറിസം എങ്ങനെ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ കഴിയും? നമ്മുടെ കേരളത്തിൽ വളർന്നു വരുന്ന ഈ വിദ്വേഷം, ഈ അന്ധവിശ്വാസങ്ങൾ, അനാചാരങ്ങൾ, ലഹരി, ഇതിനൊക്കെ എതിരായിട്ട് എങ്ങനെ ഒരു മീഡിയ എന്ന നിലയിൽ ഇതിനെ നമുക്ക് ഉയർത്തിക്കൊണ്ട് ജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കാൻ പറ്റും? അപ്പോൾ വലിയൊരു ക്രിയേറ്റീവായിട്ടുള്ള ഒരു മൂവ്മെൻറ്റാണ് കേരളത്തിൽ ഡെവലപ്പ് ചെയ്യുന്നത്. പിന്നെ ഏറ്റവും പ്രധാനമായിട്ട് കേരളത്തിൻ്റെ സമ്പദ്ഘടനയെ എങ്ങനെ ഇതുവഴി സഹായിക്കാൻ പറ്റും? അപ്പോൾ ഒരുപാട് ഷൂട്ടിങ്ങുകളും ഒരുപാട് ടെക്നിക്കലായ സഹായങ്ങളും ആവശ്യങ്ങളും കേരളത്തിലേക്ക് എത്തിക്കപ്പെട്ടു കഴിഞ്ഞാൽ സാമ്പത്തിക മേഖലയും പുതിയ തൊഴിൽ സാധ്യതകളും
ഇപ്പോൾ ഉദാഹരണം ഒരു ആഫ്രിക്കയിൽ നിന്ന് ഒരു സിനിമ അവിടെ ഷൂട്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ അവരവിടെ ഉപയോഗിക്കുന്നതിനേക്കാൾ ഏറ്റവും നല്ല ക്യാമറ കേരളത്തിൽ KSFDC കൊടുക്കാൻ പറ്റിയാൽ അവർ ക്യാമറ വേണ്ട കൈവീശി കഥപുസ്തകമായിട്ട് വന്നാൽ മതി, ഇവിടെ ഷൂട്ട് ചെയ്ത് സിനിമയും കൊണ്ടുപോകാം. നമ്മൾ ഇൻഫ്രാസ്ട്രക്ചറെ പറ്റി നമ്മൾ അങ്ങനെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇപ്പം അത്തരം ക്യാമറ ഉപയോഗിക്കാൻ പറ്റിയ ഒരു ടെക്നീഷ്യൻ കേരളത്തില്ലെങ്കിൽ ഇന്ത്യക്ക് പുറത്ത് പോയി അവനെ വിട്ട് പഠിപ്പിക്കണം. പഠിച്ചിട്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ അവർക്ക് അവിടുന്ന് പുസ്തകവും നടനും നടിയുമായിട്ട് വന്നാൽ മതി. അപ്പോൾ ഒരുപാട് ആകർഷണത്വമുള്ള മേഖലകളിലേക്ക് നമ്മൾ സഞ്ചരിക്കുകയും എല്ലാവരുടെയും കൂട്ടായ്മയോടുകൂടി ഒരു കുടക്കീഴിൽ എത്തിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഇന്നുള്ളതിൻ്റെ 100 ഇരട്ടി അല്ല അതിനപ്പുറത്തേക്ക് മലയാള സിനിമ അങ്ങ് മാറും, വലിയ വ്യവസായമായിട്ട് അങ്ങ് മാറും, ഭയങ്കരമായിട്ട് വളരും. ആ വളർച്ച കേരളത്തിൻ്റെ ഭാവി മുന്നേറ്റത്തിന് ഇടവരുത്തുമെന്ന ദീർഘവീക്ഷണത്തോടെയുള്ള ഒരു തീരുമാനമാണ് ഞങ്ങൾ ഈ കോൺക്ലേവിലൂടെ ഉദ്ദേശിക്കുന്നത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഇപ്പോൾ രാവിലെ 10 മണിക്ക് ഉദ്ഘാടനം ചെയ്യും. ലോകപ്രസിദ്ധരായ ഇന്ത്യയിലെ പ്രമുഖരായ കേരളത്തിൽ പ്രമുഖ എല്ലാ ആർട്ടിസ്റ്റുകളും ക്ഷണിക്കപ്പെട്ടവരെല്ലാം വന്നിട്ടുണ്ട്. വലിയൊരു ചർച്ചയായിരിക്കും ഈ 2 ദിവസം നടക്കാൻ പോകുന്നത്.